കേരള രാഷ്ട്രീയത്തിൽ UDFന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന മുസ്ലിം ലീഗ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തങ്ങളുടെ സ്വാധീനം കൂടുതൽ ശക്തമാക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിന് പിന്നാലെ മുന്നണിയിൽ കൂടുതൽ സീറ്റുകൾക്കും നിർണായക പദവികൾക്കുമായിട്ട് ലീഗ് സമ്മർദ്ദം ശക്തമാക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മലപ്പുറം ഉൾപ്പെടെയുള്ള തട്ടകങ്ങളിൽ മുസ്ലിം ലീഗ് നേടിയ ആധിപത്യം UDFന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രതിപക്ഷം പോലും ഇല്ലാത്ത ഭരണം കാഴ്ചവെക്കുന്ന ലീഗ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ ആധിപത്യം ലക്ഷ്യമിടുന്നു. ജയസാധ്യത മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസുമായി ചില സീറ്റുകൾ വെച്ചുമാറാൻ ലീഗ് ആലോചിക്കുന്നുണ്ട്. ഗുരുവായൂർ, കുന്നമംഗലം, തിരുവമ്പാടി, കൊങ്ങോട് എന്നീ സീറ്റുകൾ കോൺഗ്രസിന് നൽകി പകരം പട്ടാമ്പി, തവനൂർ, പേരാമ്പ്രയ്ക്ക് പകരം ബേപ്പൂർ തുടങ്ങിയ സീറ്റുകൾ ആവശ്യപ്പെടുവാനാണ് നീക്കം. 3 ടേം പൂർത്തിയാക്കിയ നേതാക്കൾക്ക് ഇളവ് നൽകുമോ എന്നതാണ് പ്രധാന ചർച്ചാ വിഷയം. PK ബഷീർ, KP മജീദ, N ഷംസുദ്ദീൻ, മഞ്ഞളാംകുഴി അലി എന്നിവർ ഇളവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നെ നെല്ലിക്കുന്ന P ഉബൈദുള്ള എന്നിവർക്ക് ഇളവ് ലഭിക്കാൻ സാധ്യത കുറവാണ്. പുതുമുഖങ്ങൾ രംഗത്തേക്ക് വരുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നു. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെ താനൂരിലും യൂത്ത് ലീഗ് നേതാക്കളായ മുജീബ്, കാടേരി, ഫൈസൽ ബാബു എന്നിവരെ മലപ്പുറത്തും പരിഗണിക്കുന്നുണ്ട്. TP അഷ്റഫ് അലി, ഷാഫി ചാലിയ, മുഹമ്മദ് ഷാ എന്നിവരുടെ പേരുകളും പട്ടികയിലുണ്ട്. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന PK കുഞ്ഞാലിക്കുട്ടി വേങ്ങര വിട്ട് മലപ്പുറത്തേക്ക് മാറുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നു. PK ഫിറോസിനെ കൊടുവള്ളിയിലേക്കും അഴീക്കോട് വിടുന്ന KM ഷാജിയെ കുന്നമംഗലത്തേക്കും പരിഗണിച്ചേക്കാം. ജനുവരി ആദ്യവാരത്തോടെ സ്ഥാനാർത്ഥി ചർച്ചകൾ പൂർത്തിയാക്കി നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങുവാനാണ് ലീഗിന്റെ ലക്ഷ്യം. ജയസാധ്യത മാത്രമായിരിക്കണം സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മാനദണ്ഡമെന്ന് നേതൃത്വയോഗം നിർദ്ദേശിച്ചിട്ടുണ്ട്. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യം ലീഗ് ഇതിനകം തന്നെ ഉയർത്തിക്കഴിഞ്ഞു. പട്ടാമ്പി പോലുള്ള മണ്ഡലങ്ങൾ ജയസാധ്യത മുൻനിർത്തി കോൺഗ്രസിനോട് ആവശ്യപ്പെടുവാനാണ് ലീഗിന്റെ നീക്കം. ജയസാധ്യത മാത്രമാകണം മാനദണ്ഡം. എന്നാൽ ലീഗിന്റെ നിലപാട് കോൺഗ്രസിനുള്ളിലെ പലർക്കും വെല്ലുവിളിയാകുന്നുണ്ട്. കഴിഞ്ഞ രാജ്യസഭാ സീറ്റ് ചർച്ചകളിലും വയനാട് ലോക്സഭ ഉപതെരഞ്ഞെടുപ്പ് വേളയിലും ലീഗ് നടത്തിയ നീക്കങ്ങൾ മുന്നണിയിൽ അവരുടെ വർദ്ധിച്ചു വരുന്ന മേധാവിത്വം ശക്തമാക്കുന്നതാണ്. മരുമോനസവും കുടുംബ രാഷ്ട്രീയവും LDF സർക്കാരിനെതിരെ അഴിമതിയും കുടുംബാധിപത്യവും ആരോപിക്കപ്പെടുമ്പോൾ മുസ്ലിം ലീഗ് തങ്ങളുടെ മതേതര മുഖം ഉയർത്തിക്കാണിക്കാൻ ശ്രമിക്കുകയാണ്. പാവപ്പെട്ട തൊഴിലാളികളോടുള്ള സർക്കാരിന്റെ അവഗണനയും അദാനിമാരെ പോലെയുള്ള ബന്ധവും പ്രചാരണ വിഷയമാക്കാൻ അൻവർ ഉൾപ്പെടെയുള്ള അസോസിയേറ്റ് അംഗങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ലീഗ് നീങ്ങുന്നു. ജനുവരി ആദ്യവാരം തന്നെ സ്ഥാനാർത്ഥി ചർച്ചകൾ പൂർത്തിയാക്കാനുള്ള നീക്കത്തിലാണ് ലീഗ് ഇപ്പോൾ ഉള്ളത്. അത് UDFിലെ മറ്റ് കക്ഷികളും വേഗത്തിൽ നീങ്ങാൻ പ്രേരിപ്പിക്കുകയാണ്. 2026 UDF അധികാരത്തിൽ വന്നാൽ ഉപമുഖ്യമന്ത്രി പദവി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ലീഗ് വിട്ടുവീഴ്ച ചെയ്യുമോ അതോ തന്റെ രാഷ്ട്രീയ സ്വാധീനം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുമോ എന്നത് ഇനി കണ്ടു തന്നെ അറിയണം.